അല്പസമയത്തിനകം വീണ ടി ഇവിടേക്ക് ഹാജരാകും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ആസ്ഥാനത്തേക്ക് ഹാജരാകും. അത് ഇവിടെ ഇതപ്പോൾ കേരള പോലീസ് എത്തിയിട്ടുണ്ട്. അവർക്ക് അകത്തേക്ക് കയറുന്നതിനുള്ള ഒരു പാത ഒരുക്കുന്ന രീതിയിൽ തന്നെ പോലീസ് നിലയുറപ്പിച്ചിരിക്കുന്നു. മറ്റ് CPM-ന്റെയോ മറ്റ് പ്രവർത്തകരോ അല്ലെങ്കിൽ നേതാക്കളോ ഇല്ല. നമ്മൾ ഇതിനു മുൻപ് റെയ്ഡിന്റെ സമയത്തൊക്കെ കണ്ടതുപോലെ തന്നെ നിരവധി പ്രവർത്തകരും അല്ലെങ്കിൽ നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഇപ്പോൾ ED ആസ്ഥാനത്തിന്റെ ഈ സമീപത്ത് അങ്ങനെ ആരും തന്നെ ഇതുവരെയും എത്തിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അവർ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് എന്നും അല്പസമയത്തിനകം EDക്ക് മുൻപിൽ ഹാജരാകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി ഒരു വൈകലില്ല. കാരണം ഇത് രണ്ടാമത്തെ സമൻസാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. ഒരാഴ്ച മുൻപാണ് കഴിഞ്ഞ സമൻസ് അയച്ചത്. ആ സമയത്ത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ആ അവധി ചോദിച്ചിരുന്നത്. പിന്നീട് 2 ആഴ്ചത്തെ അവധി ചോദിച്ചു എന്നുണ്ടെങ്കിലും 5 ദിവസത്തെ മാത്രം നൽകുകയും ഈ ബുധനാഴ്ച തന്നെ ഹാജരാകണമെന്ന് ED പറയുകയുമായിരുന്നു. നേരിട്ട് വരണമെന്നുള്ളതാണ് പറഞ്ഞത്. ഇതിനു മുൻപ് രേഖകളെല്ലാം തന്നെ ഹാജരാക്കിയിരുന്നു. അതായത് എക്സാലോജിക്കും CMRL-ഉം തമ്മിലുണ്ടാക്കിയിരുന്ന കരാർ, അത് എന്ത് തരത്തിലുള്ള സേവനങ്ങൾ തുടങ്ങി അവരുടെ കയ്യിലുള്ള രേഖകളെല്ലാം തന്നെ അഭിഭാഷകൻ മുഖേന ഹാജരാക്കി എന്നുള്ളതായിരുന്നു. പക്ഷേ നേരിട്ട് തന്നെ വീണ ടി ഹാജരാകണമെന്ന് ED പറയുകയായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഉന്മേഷ് 2 കാര്യങ്ങളിലാണ് മറുപടി വേണ്ടത്. എന്താണ് എക്സാലോജിക് സേവനമായി CMRL-ന് നൽകിയത്, അല്ലെങ്കിൽ അതിന് ഇത്ര വലിയ തുക എല്ലാ മാസവും 5 ലക്ഷം രൂപ വെച്ച് ലഭിച്ചു എന്നുള്ളതാണ്. 2,78,00,000 രൂപ കൈപ്പറ്റി എന്നുള്ളതാണ്. അത് എന്തായിരുന്നു ആ സേവനം എന്നതിനെ സംബന്ധിച്ചാണ് ഒരു കൃത്യത വേണ്ടത്. അത് രേഖകളിൽ ഒന്നും തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നുള്ളത് SFIയുടെ കണ്ടെത്തലുമുണ്ടായിരുന്നു. SFIയുടെ കയ്യിലുള്ള രേഖകളെല്ലാം തന്നെ EDക്ക് ഇതിനോടകം തന്നെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തുകയ്ക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ എന്തായിരുന്നു? മാത്രമല്ല വീണയ്ക്ക് 50 ലക്ഷത്തോളം രൂപ ഇതിന്റെ ഒരു ഉപകരാർ പോലെ തന്നെ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വായ്പയായി എടുത്തിട്ടുണ്ട്. അങ്ങനെ വായ്പ ലഭിക്കാനുള്ള സാഹചര്യം, അതിന്റെ തിരിച്ചടവ് തുടങ്ങിയ കാര്യങ്ങളിലും ഒരു വ്യക്തത തേടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ തുക ഉപയോഗിച്ച് ഏതെങ്കിലും രീതിയിലുള്ള സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രൊസീഡിംഗ് ഓഫ് ക്രൈമിൽ വരികയും ആ തുകയ്ക്ക് വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അതെന്താണോ സ്വത്ത് അത് കണ്ടുകെട്ടുക തുടങ്ങിയ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ പ്രാഥമികമായി അതിനൊക്കെ മുൻപുള്ള ചോദ്യം ചെയ്യലാണ് നടക്കേണ്ടത്. അതിനായിട്ട് ഇന്ന് ഹാജരാകും എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാവുന്നു. അല്പസമയത്തിനകം തന്നെ അത് സംഭവിക്കുകയും ചെയ്തു. പക്ഷേ തിരുവനന്തപുരത്തോ കണ്ണൂരിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു പാർട്ടിക്കാർ ഒരുമിച്ച് കൂടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അതിന് ഒരു ചെറുത്തുനിൽപ്പ് ഉണ്ടാവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കൊച്ചിയുടെ ED ആസ്ഥാനത്തില്ല. പക്ഷേ പോലീസിന്റെ കനത്ത സുരക്ഷയുണ്ട്. ED ഓഫീസിലെ അകത്തേക്ക് കയറാവുന്ന രീതിയിൽ തന്നെ പോലീസ് നിലയുറപ്പിച്ചിരിക്കുന്നു. ഒരു പാത ഒരുക്കുന്നത് പോലെ തന്നെ അതിൽ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതുമാണ് ഇവിടുത്തെ കാഴ്ച.